ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ മധുരൈ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിനാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാൻഡായിട്ടുള്ള കല്യാണത്തിന് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ തന്നെ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. ഋതിക്കുട്ടി അതിനെ കണ്ടത് അവരെ കണ്ട് പേടിച്ചു പാവം. ഋതിക്കുട്ടി ഉണ്ടല്ലോ, ഋതിക്കുട്ടി എവിടെ പാട്ട് കേട്ടാലും ആൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ചെണ്ടമേളം കേട്ടിട്ട് ആൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫൈനലി ഋതിക്കുട്ടിൻ്റെ ബ്രദറിനെ കാണാൻ പോവുകയാണ്. ചേച്ചീൻ്റെ മോനാണ്. അവർ ഡൽഹിയിൽ നിന്ന് വന്നതാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. 6 മാസമായി അവർ രണ്ടാളും മീറ്റ് ചെയ്തിട്ട്. ഋതിക്കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് കണ്ടതാണ്. ഇപ്പോൾ ഋതിക്കുട്ടിക്ക് 1.5 വയസ്സായി. അപ്പോൾ 6 മാസമായി കണ്ടിട്ട്. നമ്മൾ പോയപ്പോൾ തന്നെ സദ്യയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എത്തി. അവിടുത്തെ കല്യാണം കുറച്ച് നേരത്തെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. വെജിറ്റേറിയൻ ഫുഡാണത് മുഴുവനും. ക്യാബേജ് തോരൻ, അവിയൽ, വാഴയ്ക്ക, പിന്നെ ആ പച്ച കളറ് ചീരയായിരുന്നു. ചീര പൊരിച്ചെടുത്തതാണ്. പിന്നെ ആ അറ്റത്ത് സോയാബീൻ്റെ ഒരു സാധനമാണ്. പിന്നെ വട, ബിരിയാണി സോയാബീൻ്റെ ബിരിയാണി. ഇതില്ലേ സോയാബീൻ അരച്ചിട്ട് ഫിഷിൻ്റെ ഷേപ്പിലാക്കി അതിനെ ഫ്രൈ ചെയ്തെടുത്തൊരു സാധനമാണിത്. ഇതിൻ്റെ ടേസ്റ്റും എക്സാക്ട്ലി മാച്ച് ചെയ്യുന്ന പോലെ ഫിഷിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇതൊരു സ്വീറ്റ് ഐറ്റം ആയിരുന്നു. എനിക്കങ്ങനെ സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമാവാറില്ല. നല്ല മധുരമായിരുന്നു ഇതിന്. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മളുടെ നാട്ടിൽ ബന്ധുപ്പണം വയ്ക്കുന്നു പറയില്ലേ, ഇതുപോലെയായിരുന്നു. പൈസ കൊടുക്കുന്നത് ഡിജിറ്റലൈസ് ചെയ്തിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടോ കാണുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. കുറച്ച് നേരം അവിടേക്ക് നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ മേലെ പോയി. മേലെയായിരുന്നു വെഡ്ഡിങ് ചടങ്ങൊക്കെ നടക്കുന്ന പ്ലേസ്. പിന്നെ അവിടെ പോകുന്നു. അവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആളുകളുണ്ടായിരുന്നു. 2-3 സിംഗറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കറങ്ങണ സാധനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ഉണ്ണിനെയും വെച്ചിട്ടും വീഡിയോ എടുത്തു. ഞങ്ങളും കയറി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. പോണില്ല വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു. അപ്പോൾ പോണില്ല വിചാരിച്ചു. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. എനിക്കിതൊക്കെ പുതിയ അനുഭവമായിരുന്നു. ഇത് നോക്കുക, അവിടെ നിന്ന് കിട്ടിയ വാട്ടർ ബോട്ടിലായിരുന്നു. അതിൽ അവരുടെ പേരൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നുണ്ടല്ലോ, മുരിങ്ങപ്പാട് വേണം. മുരിങ്ങയിലയില്ലേ, മുരിങ്ങയില, മുരിങ്ങക്കായ്, അതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ പൂത്തൊക്കെ നിൽക്കുമ്പോൾ മുല്ലച്ചെടിയാണെന്നൊക്കെ ഞാൻ വിചാരിച്ച പെട്ടെന്ന് കണ്ടപ്പോൾ. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അത് മുരിങ്ങയായിരുന്നു. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് എല്ലാവരും കാണിക്കാമെന്ന് പറഞ്ഞിട്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു. നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല കാറ്റും മഴയൊക്കെ പെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ മെല്ലെ ഇറങ്ങി കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്ത് ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുക്കുംബറൊക്കെ കഴിക്കും കേട്ടോ. അവൾക്ക് പല്ലൊക്കെ അത്യാവശ്യം എല്ലാം വന്നിട്ടുണ്ട്. ആദ്യത്തെ പല്ല് വരുന്ന ടൈമിൽ ഒരു 2 മാസമൊക്കെ തന്നെ 2 പല്ലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പല്ലൊക്കെ പെട്ടെന്ന് വന്നു അവൾക്ക്. ഇപ്പോൾ നല്ല പല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിക്കും. പിന്നെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തണുപ്പൊക്കെ ഇല്ലേ, ഇപ്പോൾ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ കയറിയതായിരുന്നു. പിന്നെ ചായ കുടിച്ചു. ഒരു പാനിപ്പൂരി വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു കഴിഞ്ഞു തോന്നുന്ന സാധനം, കോറയും കൊണ്ട് ഉള്ളിവട ഉണ്ടാക്കിയിരിക്കുക. ഉള്ളി പൊക്കോട ഉണ്ടാക്കിയില്ലേ, അത് കോറ കൊണ്ടുള്ള മാവിലാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യം എന്തോ കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല, അപ്പോൾ കഴിച്ചില്ല. പിന്നെയാണ് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 6:30 വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ചീരയൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ചീര മുറിക്കുകയായിരുന്നു. പിന്നെ അവൻ ഇന്ന് തിരിച്ച് കൊച്ചിയിലോട്ട് പോവുകയാണ്. അവന് ക്ലാസ് ഉണ്ട് നാളെ. അപ്പോൾ വേഗം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അവനെ കഴിച്ചിട്ട് ഇറങ്ങാമല്ലോ പറഞ്ഞിട്ട് വേഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മധുരൈ വ്ളോഗ്. പിന്നെ വീഡിയോസ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ലോങ് വീഡിയോ വ്യൂവേഴ്സ് വളരെ കുറവാണ്. എല്ലാവരും കാണണം, മാക്സിമം കാണാൻ ട്രൈ ചെയ്യൂ. താങ്ക്